സർവേകളൊക്കെ പരിതാപകരമായ ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തെ തുറന്നു കാട്ടുമ്പോഴും മോദി പഴയ ലൈനിൽ തന്നെ, അതായത് ഈ വർഗീയതയിൽ ചാലിച്ച ആയുധങ്ങളുമായി തന്നെ പ്രചാരണ വേദികളിൽ പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കശ്മീരിലെ ഉദ്ധംപൂരിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്, പണ്ട് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ലാലു പ്രസാദ് യാദവും ഒന്നിച്ച് ഡൽഹിയിലെ ലാലു പ്രസാദ് യാദവിൻ്റെ വസതിയിൽ വെച്ചൊരു ആട്ടിറച്ചി കൊണ്ടുള്ള ഒരു ഭക്ഷണ വിഭവം, ചമ്പാരൻ ശൈലിയിലൊരു ഭക്ഷണ വിഭവം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ അവർ തന്നെ പങ്കുവച്ചിരുന്നു, ലാലു പ്രസാദ് യാദവ്. അപ്പോൾ ആ ആട്ടിറച്ചി വേവിച്ചു എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദി പ്രസംഗിച്ചത് കൗതുകവും തമാശയുള്ളതുമാണ്. അതായത് ആളുകളെ, ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, ഞങ്ങളാവട്ടെ രാജ്യത്തിന് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പതിവ് രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം ഇതായിരിക്കുകയും പതിവ് രീതിയിൽ വർഗീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആയുധങ്ങൾ തന്നെ ഗുണം ചെയ്യും എന്നുള്ളൊരു ബോധ്യം ഇപ്പോഴും എന്തുകൊണ്ട് മോദിക്കുണ്ടാകുന്ന, എത്ര കണ്ട് ഗുണം ചെയ്യും എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ആട്ടിറച്ചി പരാമർശം രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് BJP കണക്കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അല്ല, അതിൽ ഒന്നാമതായി കാണേണ്ട കാര്യം സൈഫ്, ഇത് ആരായി പ്രസംഗിക്കണം? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് പറയുന്ന, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷൻ റാലിയിൽ പ്രസംഗിക്കണം. എന്താ, ഇവർ മട്ടൻ കറി വെച്ച് കഴിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയുടെ നിലവാരം എന്തെന്ന് ആലോചിച്ച് നോക്കി. ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറയാണ്, സാധാരണ പ്രധാനമന്ത്രിമാർ എന്താ പറയുക, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നൊക്കെയല്ലേ പറയാം. ഇദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഒരു നേതാവ്, അയാളുടെ സഹയോഗിയായിട്ടുള്ള നേതാവ്, അയാൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ നിന്ന് മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഭാവനയെ അതിന് ക്ഷതമേൽപ്പിച്ചു എന്നാണ് അദ്ദേഹം ഭയങ്കര എന്തോരം ഒച്ച എടുത്തിട്ടാണ് പ്രസംഗിക്കുന്നത് അറിയാം. അതെവിടെ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കണം. ഉദ്ധംപൂർ, ജമ്മുവിലാണ്. പൊതുവെ ഈ RSSനെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, RSS വിഷമാണെന്നുണ്ടെങ്കിൽ ജമ്മുവിലെ RSS കൊടും വിഷമാണെന്ന് പറയും. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഇദ്ദേഹം ഇതിങ്ങനെ പ്രസംഗിക്കുമ്പോണ്ടല്ലോ സൈഫു, അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം ഷെയിം എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നു ആ വീഡിയോയിൽ. ഇവർ മട്ടൻ കറി ഉണ്ടാക്കി പിന്നെ നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഭാവനയെ ഇതാക്കിയെന്ന് പറയുമ്പോൾ ഷെയിം എന്ന് വിളിച്ച് പറയാൻ പറ്റിയ ഒരാൾക്കൂട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കൂട്ടമുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 23% ഉണ്ടല്ലോ, റാം മന്ദിർ ഉണ്ടാക്കിയതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്ന് രേഖപ്പെടുത്തിയ 23% ജനങ്ങളുണ്ടല്ലോ, അവരോടാണ് മോഡി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരും. ഇപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞല്ലോ, ഈ അൺഎംപ്ലോയ്മെൻറ്റ് മറ്റ് സംഗതികളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ നിലയിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. അതിൻ്റെ തുടക്കമാണ് ഈ ഉദ്ധംപൂരിൽ കണ്ടത്. പ്രധാനമന്ത്രി നമുക്ക് കഴിഞ്ഞ ഈ കർണാടക ഇലക്ഷനിൽ എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് നമുക്കറിയാമല്ലോ. കേരള സ്റ്റോറിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ജയ് ബജ്രംഗ് ബലി എന്ന് ആൾക്കാരെ കൊണ്ട് ഏറ്റുവിളിപ്പിക്കുന്നു. ജയ് ബജ്രംഗ് ബലി എന്നൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല, വേറെ വിഷയം. അപ്പോൾ ഇതിലിത് വേറെ കാര്യം ശ്രദ്ധിക്കണം. ഈ മട്ടൻ കറിയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത വാചകം എന്താ പറയുക, മട്ടൻ കറി ആരെന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതൊന്നും നമുക്കൊരു വിഷയമല്ല, മോഡി അതിലൊന്നും ചെയ്യാനൊന്നും പോണില്ല, നിയമത്തിൽ അങ്ങനെ മട്ടൻ കറി കഴിക്കരുതെന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇവരതല്ല ചെയ്തത്. മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ ഷെയർ ചെയ്തു. ഇത് മുഗളന്മാരുടെ പരിപാടിയാണ്. അതാണ് അടുത്ത വാചകം. ഇത് മുഗളന്മാരാണോ മട്ടൻ കറി കണ്ടുപിടിച്ചത്? ആ മുഗളന്മാരുടെ പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഗളന്മാർ നമ്മുടെ രാജാക്കന്മാരെ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവർ അമ്പലങ്ങൾ കൊള്ളയടിക്കുകയും നമ്മുടെ മാനബിന്ദുക്കളെ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയും ലാലു യാദവും ആരാണ്? മുഗളന്മാരുടെ പിന്തുടർച്ചക്കാരാണ്. ഇതാണ് പ്രസംഗിക്കുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞു, ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ വിചാരിച്ചിടത്തല്ല എന്നവർക്ക് തോന്നിത്തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട്
പിരി ഇനിയും മുറുക്കണം. ഈ വർഗീയ വൈരം അത് ആളിക്കത്തിച്ചാലേ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് തിരിച്ചറിവിലേക്ക് BJP നേതൃത്വം വന്നിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മളോട് പറഞ്ഞു തന്ന ഒരാളുണ്ട്, BJPക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ. എന്ത് മാലിക്കാണ്? സത്യപാൽ മാലിക്. സത്യപാൽ മാലിക് നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ബോംബ് പൊട്ടുന്നതാണ്. അയോധ്യയിൽ തന്നെ ബോംബ് പൊട്ടും, ചിലപ്പോൾ പുൽവാമയിലുണ്ടായതുപോലെ സംഭവിക്കും. അങ്ങനെയൊക്കെയാണ്. അവരുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന ആളാണ്, ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന ആളാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, നമുക്കറിയില്ല. അപ്പോൾ ഇത് ഈ ലൈനിലാണ് ഇനി പോകുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ അടയാളമാണ്. ആദ്യത്തെ അടയാളം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ആദ്യത്തെ അടയാളമാണ് ജമ്മുവിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വിഷയം. അപ്പോൾ ഈ പല രീതിയിൽ അതിനോട് പ്രതികരിക്കാം. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ അത് മട്ടൻ കറി ആയിരുന്നില്ല, അത് ഉള്ളിക്കറി ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ കോൺഗ്രസിൻ്റെ രീതി വെച്ചിട്ട് അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ, നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ രീതി വെച്ചിട്ട് അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ സാധ്യത. വയനാട്ടിൽ പച്ചക്കൊടി ഒഴിവാക്കുന്നതിൻ്റെ ഒക്കെ ഒരു ലോജിക്ക് അതാണല്ലോ. ലാലു അതിന് നിൽക്കില്ല, ലാലു അതിനേതായാലും നിൽക്കില്ല. അപ്പോൾ പക്ഷേ അവിടെയാണ് കാണേണ്ടത്, ഇന്ത്യയിൽ ഇതാരോടാണ് സംസാരിക്കുന്നത്? ഇന്ത്യയിൽ വെജിറ്റേറിയൻസ്, പ്യുവർ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് 20% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി 80% ജനങ്ങളും നോൺ വെജിറ്റേറിയൻസാണ്. അങ്ങനെ ഒരു ജനത ഇവിടെ ഉണ്ട്. അവരുടെ മോഡിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഭാവനയെ മോഡി കുഴപ്പത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്? അവർക്കും ഇല്ലേ ഭാവനയും മാനബിന്ദുക്കളൊക്കെ? അതിനെ അവഹേളിക്കുകയല്ലേ മോഡി ചെയ്യുന്നത്? അപ്പോൾ അവരോട് കോൺഗ്രസ് പ്രതിപക്ഷം അവരോട് സംസാരിക്കണ്ടേ? ഈ 20% ഭാവനയെ മുൻനിർത്തി, അവരുടെ മാനബിന്ദുക്കളെ മുൻനിർത്തിയാണ് മോഡി ഇങ്ങനെ പ്രസംഗിക്കുന്നതെങ്കിൽ ബാക്കി നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള 80% ജനങ്ങളുണ്ടല്ലോ, അവരുടെ ഭാവനയെ, അവരുടെ മാനബിന്ദുക്കളെക്കുറിച്ച് ആരാണ് സംസാരിക്കുക? അവർക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക? അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ്. പക്ഷേ പ്രതിപക്ഷം അവർക്ക് വേണ്ടി സംസാരിക്കുമോ? അതല്ല ഈ 20% തന്നെ ഇങ്ങനെ കളിക്കാനാണോ പ്രതിപക്ഷം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ പോകുന്ന കാര്യം. നിഷാദ്, ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ലീഗിൻ്റെ കൊടിയൊക്കെ ഒഴിവാക്കി പരമാവധി കരുതലെടുത്തെങ്കിലും ഈ പ്രകടന പത്രിക മുസ്ലിം ലീഗിന് വേണ്ടിയുള്ളതാണെന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയും കുറേ വേദികൾ മോദിയെ കാത്തിരിക്കുന്നുണ്ട്. എന്തെല്ലാം കാണേണ്ടി വരും? നോക്കൂ, ഈ സൈഫ് തൃശ്ശൂർ വന്ന് ഈ വനിതാ സംഗമത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ഒരു സംഗതിയും പറഞ്ഞില്ല. മോദിക്ക് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറയാണ് പ്രസംഗിക്കുകയായിരുന്നു. കാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന സംഗതിയെ ആവർത്തിച്ച് പ്രസംഗിച്ചാൽ വലിയ കയ്യടിയും സ്വീകാര്യതയും കിട്ടും എന്ന് അവർ ആദ്യം കണക്ക് കൂട്ടി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻറ്റേർണൽ സർവേ പുറത്തു വരുമ്പോൾ കയ്യിൽ കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നത് ജനങ്ങൾ ഓഡിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ സംഗതികൾ, കർഷക വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു, കിട്ടിയിട്ടില്ലല്ലോ. തൊഴിൽ കിട്ടിയിട്ടില്ലല്ലോ. അരിയും പാലും കിട്ടിയിട്ടില്ലെന്ന് ജനം ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കണം. ദാവൂദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, 10 വർഷം നാട് ഭരിച്ച ഒരു പ്രധാനമന്ത്രി, ഒരു സർക്കാരിൻ്റെ നായകൻ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഏതോ ഒരു പ്രതിപക്ഷ നേതാവ് ആട്ടിറച്ചി കഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ പരമൊരു തോൽവി വേറെ ഉണ്ടോ? ഞാൻ ഉണ്ടാക്കിയ റോഡും പാലങ്ങളും കണ്ടിട്ട്, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ നയങ്ങൾ മൂലം ഉണ്ടായ തൊഴിൽ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരുമെന്ന് പറയാനില്ലാത്ത ഒരാൾ പ്രതിപക്ഷത്തെ ഏതോ 2 നേതാക്കൾ ആട്ടിറച്ചി വിഭവം ഉണ്ടാക്കി കഴിച്ചതില്ലേ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരൂ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരമൊരു പരാജയം, നാണമില്ലായ്മ എന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് സംഭവിക്കാതിരിക്കട്ടെ. ഇത്തരം ഒരു ദുര്യോഗം എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യത്തെ മഹാഭൂരിപക്ഷം പേരും മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ മൊത്തം സംസ്ഥാനങ്ങളുടെ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിൽ എന്തുമാത്രം ആൾക്കാർ മീറ്റ് കഴിക്കുന്നു. 77% ആളുകൾ മാംസം കഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മൊത്തം കണക്കെടുത്താൽ എന്നിട്ട് അതിന് സ്പ്ലിറ്റ് പറയുന്നുണ്ട്. അതിൽ പകുതി സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ ആ പകുതി സംസ്ഥാനങ്ങളിൽ 90% പേരും മീനും കോഴിയിറച്ചിയും കഴിക്കുന്നവരാണ്. 25 സ്റ്റേറ്റിനെ മാത്രം എടുത്താൽ അതിൽ 50 above ആണ് കണക്ക്. മൊത്തമുള്ള 28-29 സ്റ്റേറ്റിനകത്ത് 25 സ്റ്റേറ്റ് എടുത്താൽ 25 സ്റ്റേറ്റിൽ 50% അധികം ആളുകൾ മീറ്റ് കഴിക്കുന്നവരാണ്. പിന്നെ ഏത് ഭൂരിപക്ഷത്തിൻ്റെ ഭാവനയെ ഇവർ കടന്നാക്രമിച്ചു എന്നാണ് ഈ മോദി പറയുന്നത്? അപ്പോൾ മോദി റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനാണ് സേഫ്? അതോടെ ഉണ്ട്. തുലോം തുച്ഛം വരുന്ന ഹിന്ദു സമുദായത്തിലെ ഒരു പ്രത്യേക കാസ്റ്റിന് ഇതിനോടൊക്കെ ചില അകൽച്ചയുണ്ട്. അവരെയാണ് ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് മോദി പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടെ ഈ പറയുന്ന അപ്പർ ക്ലാസ് ഒഴികെ ബാക്കി മുഴുവൻ മനുഷ്യന്മാരും മീറ്റ് കഴിക്കുന്നവരാണ്. അവരെ അല്ല ഞാനും എൻ്റെ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തത്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹൈ ക്ലാസ്സിനെയാണ്. ഈ മീറ്റ് കണ്ടാൽ ബുദ്ധിമുട്ടുള്ള ഹൈ ക്ലാസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതല്ലേ മോദി ഈ പ്രസംഗിക്കുന്നത്.
സോ അപ്പുറത്തുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ള ഗോൾഡൻ ചാൻസ് ആണ്. പ്രയോജനപ്പെടുത്തുമോ അതോ ഈ പറയുന്ന അപ്പർ ലെയറിലുള്ള ആളുകളുടെ താല്പര്യത്തെ മാത്രം വെച്ചുകൊണ്ട് രാഷ്ട്രീയ നയം രൂപീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. പിന്നെ ഈ പറഞ്ഞ മുഗളന്മാരിലേക്ക് കണക്ട് ചെയ്യുക, അത് RSSൻ്റെയും BJP സർക്കാരിൻ്റെയും ഒരു ലോങ് ടേം പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ശത്രുക്കൾ എന്ന് പറയുന്നവർ ബ്രിട്ടീഷുകാരായിരുന്നില്ല, മുഗളന്മാരായിരുന്നു. മുഗളന്മാർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ, ഈ രാജ്യം ഭരിച്ച ആളുകൾ, ഇവിടെ തന്നെ മരിച്ച് മണ്ണടിഞ്ഞവർ, ഈ രാജ്യത്തിനെമ്പാടും സംഭാവന ചെയ്തവർ, ഇവിടെ നിന്നൊന്നും കൊള്ളയടിച്ച് എങ്ങോട്ടും കൊണ്ടുപോകാതിരുന്നവരാണ് മുഗളന്മാർ. ബ്രിട്ടീഷുകാർ അങ്ങനല്ല. പക്ഷേ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ സംഘം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ആളുകൾ ചോദിക്കും. അപ്പോൾ അതിന് പറയാൻ ഉത്തരവില്ലാത്തതുകൊണ്ട് മുഗളന്മാരാണ് നമ്മുടെ നാട് തകർത്തത് എന്നൊരു വ്യാജ നരേറ്റീവ് ഉണ്ടാക്കുക. രണ്ടാമത്തത്, ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് മതപരമായി തമ്മിലടിപ്പിക്കാനുള്ള സ്കോപ്പ് കുറവാണ്. കാരണം അവർ മുസ്ലിങ്ങളല്ലല്ലോ. മുഗളന്മാരെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളാണ് നാട് തകർത്തത്. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ക്ഷേത്രങ്ങൾ കൂടി തകർക്കുമ്പോഴല്ലാതെ അവർക്ക് തൃപ്തി വരുമായിരുന്നില്ല എന്നൊക്കെ പ്രസംഗിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ തെളിഞ്ഞ വർഗീയത എന്ന് പറയുന്ന സംഗതി പ്രസംഗിക്കുകയാണ്. ഇപ്പം മുഗളന്മാരെ രാജ്യത്തിൻ്റെ പ്രധാന ശത്രുക്കളാക്കാനുള്ള ഈ ചരിത്ര നിർമ്മിതികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോസിറ്റീവായി ചെയ്തിട്ടുള്ള നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളെയും വെട്ടി മാറ്റുകയും അവർ നമ്മുടെ ചരിത്രത്തിനും ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏൽപ്പിച്ച മുറിവുകളെക്കുറിച്ചും ലേഖനം എഴുതാൻ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് BJP. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇത്ര തുറന്ന വർഗീയത, തുറന്ന മതവിഭാഗീയത ഒരു ഭരണനായകൻ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുകയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സിസ്റ്റം. സേഫ്, നമ്മൾ ആദ്യം ഒരു CSDA സർവേയെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ സർവേയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ നിങ്ങൾ എത്ര ആളുകൾ വിലമതിക്കുന്നു എന്ന ചോദ്യത്തിന് 58% ആളുകളുടെ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല, അത് മോഡി കോഡാണ് നടപ്പിലാക്കുന്നത് എന്ന അഭിപ്രായം പറയുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാൽ പ്രാക്ടീസ് ഉണ്ടാവാൻ സാധ്യത 40% ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ളൊരു അവിശ്വാസമാണ് ഇന്ത്യയിലെ പോപ്പുലേഷനകത്തുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മോദി തമിഴ്നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് എന്താണ്? DMKയും കോൺഗ്രസും ഹിന്ദുക്കൾക്കും സനാതന ധർമ്മത്തിനും എതിരാണ് എന്ന് വെച്ചാൽ എന്താണ്? ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ യുദ്ധം പോലും പ്രസംഗിക്കുന്നതാണ് ഹിന്ദു സമുദായത്തിന് വേണ്ടി, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രസംഗിക്കുകയാണ്. അങ്ങനെ അവസരം കിട്ടുന്നിടത്തെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുകയും വേറെ ചില വിഭാഗങ്ങളെ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന സ്റ്റാൻഡ് എടുക്കുകയാണ്. എന്താണ് നമ്മുടെ കമ്മീഷൻ ചെയ്യുന്നത്? അപ്പോൾ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ നോക്കൂ, ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോയിരിക്കുന്നു, ഹിന്ദുക്കളെ പേടിച്ച് എന്ന് പ്രസംഗിച്ചു. അങ്ങനെ 8-9 പ്രസംഗം 2019 നടത്തി. ഒരു നടപടി ഉണ്ടായില്ല മാത്രമല്ല അതിൻ്റെ പേര് കമ്മീഷനകത്ത് വലിയ അടിയുണ്ടായി. അശോക് ലവാസ ഇറങ്ങിപ്പോയി. പിന്നെ സംഭവിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയ 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങളിത് ധീരോദാത്തമായി നടപ്പിലാക്കും, ഒരു നിലയ്ക്കുള്ള മണി പവർ ഞങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, മസിൽ പവർ ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പെരുമാറ്റച്ചട്ടം കർശനമായി ഞങ്ങൾ നടപ്പിലാക്കും. ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവർക്ക് പൈസ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അവർക്ക് പ്രസംഗിക്കുന്ന കാര്യത്തിൽ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിട്ട് വരികയാണ്. നാട്ടിൽ ഞാൻ ഇത്രയും ഒരു 250 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകുന്നതിലേക്ക് 5-6 തവണ എന്നെ വഴി തടഞ്ഞു. വണ്ടിയുടെ ഡിക്കി തുറന്നു നോക്കണം എന്ന് വെച്ചാൽ മൊത്തം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മൊത്തം ചെക്ക് ചെയ്യാണ് പോലീസും റവന്യൂ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. പല തവണ തടഞ്ഞു. നമ്മുടെ എല്ലാ ആഴ്ചയൊക്കെ നോക്കും. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയ ഏറ്റവും സുതാര്യമായി നടപ്പിലാക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമല്ലേ, നമുക്കും അതിനോട് സഹകരിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ ഇത് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് ഏത് രാജ്യത്തെ കാര്യമാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ നിയമപരമായ അഴിമതി 10,000 കോടി രൂപ ഒറ്റയടിക്ക് BJP ഊറ്റിയെടുത്ത് അവർക്ക് തോന്നുന്ന പടത്തിൽ പൈസ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? അവരുടെ ഏതെങ്കിലും തരത്തിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനത്തെക്കുറിച്ചോ അവരുടെ പൈസ ഒഴുക്കിനെക്കുറിച്ചോ ഇവിടെ വല്ല സിസ്റ്റവും, വല്ല ഏജൻസിയും, വല്ല മെക്കാനിസവും ഉണ്ട്? ഇതൊക്കെ ഇല്ല. അപ്പോൾ ഒരു പരിഹാസ്യമായ ഏർപ്പാടെന്നൊരു പൗരനായി നമുക്ക് തോന്നും. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാണോ നിഷ്പക്ഷമാണോ എന്നുള്ള ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം മനുഷ്യരും അത് പ്രയാസം, അത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഘടകമുണ്ട്. ഒന്ന്, മോദിയുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായി കുറഞ്ഞതുകൊണ്ട് വീണ്ടും തീവ്രമായ വർഗീയത പറയാൻ തുടങ്ങിയിരിക്കുന്നു. 2, മോദിക്ക് എത്ര വർഗീയത പറയുന്നതിനും ഇവിടെ ഒരു തടസ്സവുമില്ല എന്നുള്ള 2 പ്രശ്നങ്ങളെ നമ്മളിതിനകത്ത് കാണാം.